KC വേണുഗോപാലാണ് പത്മജ വേണുഗോപാലിനെ ഇതിലേക്ക് എത്തിച്ചത്. കാരണം കേരളം കണ്ട ചാണക്യനും കേരളത്തിലെ ഏറെ സ്പീഡായിട്ട് വികസന സാധ്യതകൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ശ്രീമൻ കരുണാകരൻ്റെ മകൾക്ക് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആ സഹോദരി മനസ്സ് വിങ്ങി ഈ പാർട്ടിക്കകത്തേക്ക് വന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ആ സോണിയ കുടുംബത്തിനെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിലയ്ക്ക് നിർത്താൻ തയ്യാറാക്കാതെ ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്ത ആളാണ് ശ്രീമാൻ KC മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊടിപൂരമായി തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരവരുടെ പ്രചരണ പരിപാടികൾ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊടും വേനലിനെ വകവയ്ക്കാത്ത രീതിയിൽ തന്നെയാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരുടെ തീവ്രമായ രാഷ്ട്രീയ ആദർശങ്ങളും ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ട് തേടിക്കൊണ്ട് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആലപ്പുഴയുടെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചുവപ്പിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന അഥവാ വിപ്ലവത്തിന്റെ ചുവന്ന വാകകൾ മാത്രം പൂക്കുന്ന ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് BJPയുടെ ഗർജിക്കുന്ന സിംഹിണി അഥവാ കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ശോഭയെ BJP നേതൃത്വം ആലപ്പുഴ പിടിച്ചെടുക്കുവാൻ വേണ്ടി തന്നെയാണ് ആലപ്പുഴയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയുടെ സിറ്റിംഗ് MP ആയ ആരിഫ് തന്നെയാണ് CPM-ന് വേണ്ടി ആലപ്പുഴയിൽ വീണ്ടും കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസിന് വേണ്ടി അവസാന നിമിഷത്തിൽ AICCയുടെ പ്രധാന ചുമതലക്കാരനായ KC വേണുഗോപാൽ തന്നെ ആലപ്പുഴക്കാരനായ KC വേണുഗോപാൽ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ എതിരിടുന്നു. ശോഭാ സുരേന്ദ്രനാകട്ടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു. കേരളത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ വിപ്ലവത്തിന്റെ തീജ്വാലകൾ പൂക്കുന്ന ആലപ്പുഴയെ മണ്ണിൽ നിന്നുകൊണ്ട് ജനപ്രതിനിധികളെ അയച്ചിട്ട് അവർ എന്താണ് ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് തിരിഞ്ഞു നോക്കണം, ചിന്തിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് സംസാരിച്ചത്. മുൻപ് കേരളത്തിലേക്ക് വിദേശീയരെത്തുമ്പോൾ അവർ ആദ്യം എത്തിയിരുന്നത് കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കപ്പെടുന്ന ആലപ്പുഴയിലേക്ക് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അത് കൊച്ചിയിലേക്ക് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? കൊച്ചി അഭിവൃദ്ധിപ്പെടുന്നു. എന്താണ് ആലപ്പുഴയ്ക്ക് സംഭവിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ ജനങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ജയിപ്പിച്ചു വിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി ആരിഫ് അവിടെ എത്ര പ്രാവശ്യം എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ആലപ്പുഴയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ CPM വക്താക്കളോട് പറഞ്ഞത്. ഇന്ന് ഭാരതത്തെ നയിക്കുവാൻ ഭാരതത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് വികസനം എന്ന ഒരു സ്വപ്നം മാത്രം ലാക്കാക്കിക്കൊണ്ട് ഒരു ലീഡർ നമുക്കുണ്ട്, ഒരു കേന്ദ്ര സംവിധാനം നമുക്കുണ്ട്. നരേന്ദ്രമോദി നയിക്കുന്ന ഈ പാർട്ടിയെ മാത്രമാണ് ഇനി ഭാരതത്തിന് പ്രതീക്ഷയായി ജനങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക, MP ആയി പാർലമെന്റിൽ പോയി പ്രതിപക്ഷ MP ആയി ഇരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന്, അതായത് ആലപ്പുഴയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് വിട്ടിട്ട് ആലപ്പുഴയ്ക്ക് വേണ്ടി അയാൾ അവിടെ ചെന്ന് ഒരക്ഷരം സംസാരിക്കാതെ ഇരുന്നുകൊണ്ട് ആലപ്പുഴക്കാർക്ക് എന്താണ് പ്രയോജനം? 5 വർഷം നഷ്ടമാകുക എന്ന് മാത്രമാണ് അതുകൊണ്ടുണ്ടാകുന്ന ഏക പ്രയോജനം എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളെ ഓർമ്മിച്ചത്. മറിച്ച് നരേന്ദ്രമോദിയുമായി, ലോക നേതാവെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നരേന്ദ്രമോദിയുമായി, ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾ മാത്രം താലോലിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായി ബന്ധമുള്ള ആലപ്പുഴയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി സംസാരിക്കുവാൻ സാധിക്കുന്ന ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് വിടണം. അതാണ് ആലപ്പുഴയ്ക്ക് ഗുണകരമായ കാര്യം, കേരളത്തിന് ഗുണകരമായ കാര്യം എന്ന് ബഹുമാനപ്പെട്ട വോട്ടർമാർ മറക്കരുത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ എടുത്തു പറഞ്ഞത്. കേരളത്തിൽ അക്രമ രാഷ്ട്രീയം മാത്രം വിതച്ച് അതിന്റെ നേട്ടങ്ങൾ മാത്രം കൊയ്തുകൊണ്ട് തന്റെ സിംഹാസനം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ എന്ന CPM-കാരൻ ഏകഛത്രാധിപതിയുടെ സ്വാർത്ഥ ഭരണത്തിൽ നിന്ന് കേരളത്തിനും ഒരു മോചനം കിട്ടേണ്ടതുണ്ട് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. ഇതിനെല്ലാം സമൂലമായ ഒരു മാറ്റം വരേണ്ടതുണ്ട്. കേരളം ഇനിയും വികസനത്തിന്റെ പാതയിൽ കുതിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുത്ത് അയക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിലുടനീളം ആലപ്പുഴ നിവാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന K. കരുണാകരന്റെ മകൾ
പത്മജ BJP-യിലേക്ക് എത്തിയത് ലോക്നാഥ് ബെഹ്റയുടെ ഒത്താശയോടുകൂടിയാണ്. അഥവാ ലോക്നാഥ് ബെഹ്റ ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് പത്മജ വേണുഗോപാലിനെ BJP-യിൽ എത്തിച്ചത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് CPM-നെയും കോൺഗ്രസിനെയും പൊളിച്ചടുക്കിയത്. ലോക്നാഥ് ബെഹ്റയല്ല പത്മജ വേണുഗോപാലിനെ BJP-യിൽ എത്തിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത്. അതിന് ഏക ഉത്തരവാദി അങ്ങ് ഡൽഹിയിലിരിക്കുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മറ്റ് നേതാക്കളെയും കേരളത്തിലെ വിവരങ്ങൾ പറഞ്ഞു പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കലാപമുണ്ടാക്കുവാനോ അഥവാ നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടു പോകുവാനോ ശ്രമിക്കാതിരുന്ന KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കരുക്കൾ നീക്കിയത്. അഥവാ വേണുഗോപാലിന്റെ അനീതിയും അക്രമവും കെടുകാര്യസ്ഥതയും കൊണ്ട് മടുത്താണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എത്തിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വങ്ങളെ കേരളത്തിലെ വിഷയങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശാപം. അത് തന്നെയാണ് പത്മജയെ പോലുള്ള കോൺഗ്രസ് നേതാക്കളെ BJP-യിലേക്ക് എത്തിക്കുന്നത് എന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിലൂടെ അവിടുന്നീളം എടുത്തു പറഞ്ഞത്. എന്തിനാണ് പത്മജ വേണുഗോപാൽ മാത്രം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറിയതിന് അവരെ ഇങ്ങനെ ക്രൂശിക്കാൻ നടക്കുന്നത് മനസ്സിലാകുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. കോൺഗ്രസിലെ സമുന്നതരായ 20-ലും 30-ലും അധികം ശതമാനത്തിൽ അധികം നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തുന്നത്. ഉത്തരേന്ത്യയിൽ ഇത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. അതായത് ഉത്തരേന്ത്യയിലുള്ള കോൺഗ്രസ്കാർ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി ഭാരതത്തെ രക്ഷിക്കുവാൻ BJP-ക്ക് മാത്രമേ സാധിക്കൂ. കോൺഗ്രസ് തകർന്നു നാശമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ത്യയിലോ അഥവാ കേരളത്തിലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്ന് ബുദ്ധിയുള്ള കോൺഗ്രസ്കാരെല്ലാവരും മനസ്സിലാക്കി അവരുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് കീഴിൽ നിരക്കുവാൻ വേണ്ടി എല്ലാവരും BJP-യിലേക്ക് എത്തുന്നു. അഥവാ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി അവരെല്ലാവരും BJP-യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് പത്മജ വേണുഗോപാൽ മാത്രം BJP-യിലേക്ക് എത്തിനെ ഇത്ര വിമർശനാത്മകമായി KC വേണുഗോപാലും K മുരളീധരനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം വിമർശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം ഉത്തരവാദികൾ KC വേണുഗോപാലും K മുരളീധരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. കേരളത്തിൽ നിന്നും പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും നിരവധി നേതാക്കൾ കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് വരും എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഉത്തരേന്ത്യയിൽ അത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തകർന്നുകൊണ്ടിരിക്കുന്ന കപ്പലാണ്. ഈ കപ്പലിൽ ഒരു കാരണവശാലും ഇന്ത്യയെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഉപാധിയുമില്ല. അതുകൊണ്ട് എല്ലാവരും BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നാടിന് ആവശ്യമായ കാര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ആളുകൾ BJP-യിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിന് അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ലോക്നാഥ് ബെഹ്റയല്ല ഇതിന്റെ ഇടനിലക്കാരൻ, KC വേണുഗോപാൽ തന്നെയാണ് ഇതിന് കാരണക്കാരൻ എന്നാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത്. എന്തായാലും കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി തീർച്ചയായും നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടുകളും ശോഭാ സുരേന്ദ്രനല്ല, മറിച്ച് നരേന്ദ്രമോദിയെ ശക്തിപ്പെടുത്തുവാനുള്ള വോട്ടുകളാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ താമര ചിഹ്നത്തിൽ വോട്ട് നൽകി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ അണികളെ ബോധവൽക്കരിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഡയറിയിൽ പേരുള്ള കരിമണൽ കർത്തയെ സംരക്ഷിക്കുന്ന ആരിഫും KC വേണുഗോപാലുമാണ്. അക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താളാണ് ശ്രീമാൻ KC. മുരുക്ക് മൂർഖൻ പാമ്പിനെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ശ്രീമാൻ KC വേണുഗോപാലാണ് ഒരു സ്ഥാനാർത്ഥി. മറ്റൊരാൾ മിസ്റ്റർ ആരിഫാണ്. ആലപ്പുഴക്കാർക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയാൻ എന്താ ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് ലോക്സഭയിൽ എണീറ്റ് നിന്നിട്ടുള്ളത് ജയിച്ചു പോയതിനു ശേഷം? റോഡ് ബ്ലോക്കാക്കണ്ട, റോഡ് ബ്ലോക്കാക്കണ്ട, വണ്ടി കയറ്റി
മനസ്സിലാക്കാൻ പറ്റുമോ മൊബൈല്? പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ ഗ്യാരണ്ടി. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ നിങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ് എന്ന് പറയുകയും, പണ്ടൊക്കെ ഒരു അമ്മയ്ക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹോദരന് ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയുടെ കെട്ടുതാലി ഊരി പണയം വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു വഴിയോര കച്ചവടം നടത്തേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കിടപ്പാടം ആ ഭൂമിയുടെ ആധാരം കൊണ്ടുപോയി സഹകരണ സംഘത്തിൽ വെച്ചിട്ടാണ് അവർ പൈസ എടുക്കാൻ പോയിരുന്നതെങ്കിൽ ഇന്ന് സാഹചര്യം മാറി. നരേന്ദ്രമോദിജി പറയുകയാണ്, ഇവിടെ മത്സ്യമേഖലയാണ്, മത്സ്യസമ്പത്ത് യോജന കൊണ്ടുവന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നെയാണ് അമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുകന്യ സമൃദ്ധി പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നത്. 5 ലക്ഷം രൂപയുടെ 22ഓളം വരുന്ന ആശുപത്രികൾ അതിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് ആലപ്പുഴയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ബോർഡ്, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് 2000 കോടി ഞാൻ ആലപ്പുഴക്കാർക്ക് വേണ്ടി. ബിജെപിക്ക് ഇതൊക്കെ ഉയർത്തിക്കാട്ടാറുണ്ടായിരുന്നു. ഈ മണ്ഡലത്തിൽ ACCയുടെ സംഘടനാകാര്യ സെക്രട്ടറി കൂടി അരങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 20-1 ജയിച്ച LDFന്റെ കരുത്തരായ സ്ഥാനാർത്ഥി മറുവശത്തുണ്ട്. അങ്ങനെ 2 കരുത്തരായ സ്ഥാനാർത്ഥികളുള്ള ഒരു ഘട്ടത്തിൽ എത്രത്തോളം വിജയപ്രതീക്ഷ കാണുന്നുണ്ട്? എത്രത്തോളം BJP ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ 2 സഭകളും രാജ്യസഭയും ലോകസഭയും പ്രവർത്തിക്കുന്ന സമയത്ത് കള്ളന്മാരായിട്ടുള്ള കുറേ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ലല്ലു പ്രസാദ് യാദവിനെയും മുലായം സിംഗ് യാദവിനെയും പോലെയുള്ള ആളുകളെയൊക്കെ കൂടി മുറുക്ക് മൂർഖൻ പാമ്പിനെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ശ്രീമാൻ KC വേണുഗോപാലാണ് ഒരു സ്ഥാനാർത്ഥി. മറ്റൊരാൾ മിസ്റ്റർ ആരിഫാണ്. ആരിഫ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിങ്ങൾക്ക് 2000 കോടി, 2000-ൽ കുറഞ്ഞ ഒരു വികസന പ്രവർത്തനവും ആലപ്പുഴയിലില്ല. ആരാ കൊടുത്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ശ്രീമാൻ നിതിൻ ഗഡ്കരിയാണ്. 40 വർഷത്തിലധികം ഇവിടെ വേഴാമ്പൽ പോലെ ആലപ്പുഴയിലെ ജനങ്ങൾ ഒരു നല്ല റോഡിന് വേണ്ടി കാത്തിരുന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരേണ്ടി വന്നു ഇവിടെ വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കില്ലേ, ആരാണ് ഈ വികസനം കൊണ്ടുവന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടി. ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വളരെയേറെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. ഇവിടെ നിന്ന് 2004-ൽ ജയിച്ചു പോയ MP ആണ് KC. അത് കഴിഞ്ഞ് 2009-ലും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചു. രാജ്യസഭയിൽ നിന്നൊരു പോക്ക് പോയി. ഞാൻ നിങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയാൻ എന്താ ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ് ലോക്സഭയിൽ എണീറ്റ് നിന്നിട്ടുള്ളത് ജയിച്ചു പോയതിനു ശേഷം? അപ്പോൾ മന്ത്രിയായിട്ട് പോലും ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ സാധിക്കാതെ കിഴക്കിൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴ ഇന്ന് കിതയ്ക്കുകയാണ്. സാർവത്രികമായ മേഖലയിലും പാവങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവിടെ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഞാനും, മറുഭാഗത്ത് കരിമണൽ കർത്തയുടെ നോക്കുകൂലി വാങ്ങിയിട്ട് ഡയറിയിൽ പേരുള്ള കരിമണൽ കർത്തയെ സംരക്ഷിക്കുന്ന ആരിഫും KC വേണുഗോപാലുമാണ്. അപ്പം ജനങ്ങൾ ചിന്തിക്കും ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ 40,000 കോടി രൂപയിലധികം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകൻ പറഞ്ഞല്ലോ, 40,000 കോടിയിൽ പരം വരുന്ന രൂപ ഇവിടെ നിന്ന് കേവലം 5 കൊല്ലം കൊണ്ട് ഈ കരിമണൽ വിറ്റപ്പോൾ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് കരിമണൽ എന്ന് പറയുന്നത് മണൽ പോലെയല്ലേ എന്ന് ചിന്തിക്കുന്ന പാവങ്ങളുണ്ട്. എന്നോട് ചില അമ്മമാർ പറഞ്ഞു, മോളെ ഇതിന് ഇത്ര വിലയുണ്ടോ? ഇത് സിർക്കോണിയമാണെന്നോ, ഇത് ബ്രുസൈറ്റ് ആണെന്നോ, ഇത് ബോക്സൈറ്റ് ആണെന്നോ, ഇത് ലോക വിപണിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കച്ചവടം ചെയ്യാനാണ് കരിമണൽ കടത്ത് കൊണ്ടുപോകുന്നതെന്നോ ഒന്നും അറിയാത്ത പാവങ്ങൾ. എന്തിനാണ് ഇപ്പം ഇവിടെ ജയിക്കേണ്ടത്? ആരാണ്? പാവങ്ങളാണ്, സാധാരണക്കാരാണ്, തൊഴിലില്ലാത്തവരാണ്. CPI നിലവിൽ ഉയർത്തുന്ന പ്രചരണം KC വേണുഗോപാൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് രാജ്യസഭയിലെ സീറ്റ് BJPക്ക് ഉയർത്താൻ ഒരു തരത്തിൽ സഹായിക്കുന്നു. ആ രീതിയിൽ BJPയെ സഹായിക്കാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി, മറ്റാരും ഇല്ലായിരുന്നു UDF. അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണം എന്ന് പറയുന്നത് ചക്ക എന്ന് പറഞ്ഞ ചുക്കെന്ന് പറയുന്ന ആളുകളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അവരല്ലേ ഇന്ത്യൻ ജനാധിപത്യം ശ്രദ്ധിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭൂപടം മനസ്സിലാക്കുന്ന ആർക്കാ അറിയാത്തത്? സീതാറാം യെച്ചൂരി തൻ്റെ മകനെ പോലെയല്ലേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്ത് മുഖത്ത് പൗഡർ പറ്റിയിട്ടുണ്ടോ, മകൻ്റെ താടി ഒന്ന് പഠിച്ചു കളയാമോ എന്നല്ലേ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ചോദിച്ചത്? ഓർമ്മയില്ലേ നമുക്ക്? അപ്പോൾ ഇവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഇത്തവണ ആലപ്പുഴയിൽ നടപ്പിലാകാൻ പോകുന്നില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണ്, എവിടെ പോയാലും വോട്ട് ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് മാധ്യമ സുഹൃത്തുക്കൾ അങ്ങനെ എന്നെ ഇകഴ്ത്തിയിട്ട് കുറച്ച് കാണിക്കാനുള്ള ഒരു പരിശ്രമം എന്തായാലും വേണ്ട. ഞാൻ വോട്ട് ഡബിൾ ആക്കുന്ന ആളാണ്, 2 ഇരട്ടിയാക്കുന്ന ഒരാളാണ്. അതെ, അപ്പോൾ 90,000 വോട്ട് കഴിഞ്ഞ എൻ്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 90,000 വോട്ടുണ്ടായിരുന്നത് 248
ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു വലിയൊരു പോരാട്ടമായിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് ചിരിച്ചവരുണ്ട്. 1 ലക്ഷം കടക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. 90-നെ 2.48 ആൾക്ക് ഈ 2 ലക്ഷം 4 ലക്ഷമാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ആലപ്പുഴയിലെ ജനങ്ങൾ കൂടെ ജനങ്ങളോട് പറയുന്നത് ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലെ 10-28 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിന് അവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു സാധാരണക്കാരി പോയാൽ എന്താ? രാജാക്കന്മാരൊക്കെ ജയിച്ചു പോയല്ലോ, എന്നിട്ടും ആലപ്പുഴയിലെ പട്ടിണി മാറിയില്ലല്ലോ. ഇവിടെ കൊച്ചി പണ്ട് നമ്മുടെ കേരളം കാണാൻ വരുന്ന വിദേശികളെ കൊണ്ടുവന്നിട്ട് കൊച്ചി കടപ്പുറമായിരുന്നില്ല ആദ്യം കാണിച്ചിരുന്നത്, ആലപ്പുഴയായിരുന്നു കാണിച്ചത്. അങ്ങനെ ആലപ്പുഴ ഇന്നിപ്പോൾ എന്തായി? അതായത് അരൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു അതിർത്തിയായിട്ടുള്ള അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. അവിടെ വികസനത്തിന്റെ സാധ്യതകൾ എറണാകുളത്തുണ്ട്. വലിയ വലിയ കമ്പനികൾ വരുന്നുണ്ട്. എന്താ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ ആലപ്പുഴ രക്ഷിക്കാൻ സാധിക്കാത്തത്? ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ സുധാകരനും KC വേണുഗോപാലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ച പാലമെന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നത്? KC വേണുഗോപാലാണ് പത്മജ വേണുഗോപാലിനെ ഇതിലേക്ക് എത്തിച്ചത്. കാരണം കേരളം കണ്ട ചാണക്യനും കേരളത്തിലെ ഏറെ സ്പീഡായിട്ട് വികസന സാധ്യതകൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ശ്രീമൻ കരുണാകരൻ്റെ മകൾക്ക് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആ സഹോദരി മനസ്സ് വിങ്ങി ഈ പാർട്ടിക്കകത്തേക്ക് വന്നു എങ്കിൽ അതിന് കാരണം എന്താണെന്നറിയുമോ? ആ സോണിയ കുടുംബത്തിനെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിലയ്ക്ക് നിർത്താൻ തയ്യാറാക്കാതെ ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്ത ആളാണ് ശ്രീമാൻ KC മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു. ആ ചേട്ടനും അനുജത്തിയും കൂടി കേരളത്തിൽ ചേട്ടൻ അനുജത്തിയെക്കുറിച്ച് ഇത്തരത്തിൽ പറയേണ്ട ഒരു സാഹചര്യം പോലും വരില്ലായിരുന്നു. തിരിച്ചു പക്ഷേ ശ്രീമതി പത്മജ വളരെ പക്വമതിയായിട്ടുള്ള ഒരാളാണ്. അവർ പറഞ്ഞല്ലോ ചേട്ടനായി പോയില്ല, അനുജനായിരുന്നെങ്കിൽ 2 അടി വെച്ച് കൊടുക്കാമായിരുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് അവർ മാത്രമല്ലല്ലോ വന്നത്. ആസാമിലാരാ വന്നത്? ആസാമിൽ വന്നത് ഹിമന്തയാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ആരാ വന്നത്? എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വന്നത്? എന്തായാലും കരുണാകരൻജിയെ പോലെ തന്നെ മാധവറാവു സിന്ധ്യ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രമാണിയായിട്ടുള്ള നേതാവിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഞങ്ങളുടെ പാർട്ടിയിലല്ലേ. അപ്പോൾ 20-30% വരുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സ്റ്റേറ്റ് നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യം മുഴുവൻ ഈ പാർട്ടിക്കകത്തേക്ക് വരുന്നു. അപ്പോൾ BJPയെ കുറിച്ച് ആലപ്പുഴ എന്താ ചിന്തിക്കുന്നത്? കേരളം എന്താ ചിന്തിക്കുന്നത്? കോൺഗ്രസ് എന്തായാലും ദേശീയ തലത്തിൽ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന മോദിജിയോട് പോയി കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന, മോദിജിയുമായിട്ട് വ്യക്തിപരമായിട്ട് പോലും ബന്ധമുള്ള ശോഭ പോയാൽ പോരെ ഞങ്ങളുടെ കാര്യം പറയാനെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചാൽ, കോൺഗ്രസിന്റെ പ്രവർത്തകർ തീരുമാനിച്ചാൽ